ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നെല്ലിക്ക വെച്ചൊരു കറിയാണ്. ആദ്യം നമുക്ക് നെല്ലിക്കയെല്ലാം നല്ലതുപോലെ കഴുകിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വളരെ കുറച്ച് അളവിൽ മാത്രം വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവയൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം നമ്മൾ ഒഴിച്ച് കളയേണ്ട ആവശ്യമില്ല, അതിലിരുന്ന് തന്നെ വറ്റിക്കോളും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നെല്ലിക്കയെല്ലാം ഏകദേശം വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്കയുടെ ഉള്ളിലെ സീഡ്സ് മാറ്റിയ ശേഷം ഇതുപോലെ കഷ്ണങ്ങൾ മാത്രം എടുത്ത് മറ്റൊരു കപ്പിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണയും കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയാൽ ഉടൻ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ ഇഞ്ചിയും 1 പച്ചമുളക് അരിഞ്ഞതുമാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ആകുമ്പോൾ നമുക്ക് കറി ഒരാഴ്ചയോളം കേടാകാതെ ഇരിക്കും. ഇനി ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും എണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 സ്പൂൺ കണക്കാക്കി കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ സാദാ മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം ഈ എണ്ണയിലിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതീയിലിട്ട് വേണം ചെയ്യാൻ, പ്രത്യേകം ശ്രദ്ധിക്കുക. പൊടികളൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം മതിയാകും. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇവയൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചേർക്കാൻ. നമ്മൾ നെല്ലിക്കയിൽ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് കറിക്ക് ഉപ്പ് ചേർക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് നോക്കിക്കോണം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 സ്പൂൺ അളവിൽ ശർക്കര വെള്ളമാണ്. ശർക്കര വെള്ളത്തിലിട്ട് അലിയിച്ച് നമ്മൾ അരച്ചെടുത്ത വെള്ളമാണ്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മുളക് പൊടി വെള്ളമൊക്കെ നല്ല വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വീണ്ടും തിളപ്പിക്കുക. നെല്ലിക്ക വേവിച്ചതിനാൽ നമുക്ക് ഒരേ ഒരു പ്രാവശ്യം തിളപ്പിച്ചെടുത്താൽ മതിയാകും. നെല്ലിക്ക കിട്ടുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാർ ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കൂടിയാണിത്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരേ പ്രാവശ്യം തിളപ്പിച്ച ശേഷം പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് അത് കറക്റ്റ് പാകത്തിനെത്തിയെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. നമ്മുടെ നെല്ലിക്ക കറിയൊക്കെ ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നെല്ലിക്ക കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. നല്ല മോരുകറിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നെല്ലിക്ക കറിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.